നമ്മൾ ചെയ്യുന്നത് സിൽക്കി കോട്ടായിൽ ഡബിൾ ഷെയ്ഡായിട്ട് ഡൈ ചെയ്യുന്നു. അതായത് മേൾ ഭാഗത്ത് യെല്ലോ ഷെയ്ഡും ബോർഡറിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു ഓറഞ്ച് ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന ഒരു സിൽക്കി കോട്ട സാരിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ബോർഡറിൽ വരുന്ന ആ ഒരു ഷെയ്ഡിൽ ഫുൾ ബോർഡറിൽ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെൽഫായിട്ട് ഒരു പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഓറഞ്ച് പോർഷനിൽ ബ്ലാക്കും ഓറഞ്ചും കൂടെ ഉള്ള ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ ഒരു ബോർഡറിൽ ത്രെഡ് വർക്കും. ബോർഡർ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ബോർഡർ രണ്ട് സൈഡും ഒരേപോലെ കൊടുത്തേക്കുന്നു. പല്ലു പോർഷൻ വരുമ്പോഴത്തേക്കിന് ആ ഫുള്ള് പ്രിന്റ് രണ്ട് സൈഡിലെയും പ്രിന്റ് ഫുള്ളായിട്ട് വരുന്നു. ഷെയ്ഡ്സ് രണ്ടായിട്ടും യെല്ലോയും ആ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡും കൂടാണ് നിൽക്കുന്നത്. ഫ്രണ്ട് പോർഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നന്നായിട്ട് ഒതുങ്ങുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി കോട്ട മെറ്റീരിയൽ വരുന്നത്. സാരിയുടെ തുടക്കം വരെ സെയിം പാറ്റേണിൽ തന്നെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നു. ആ ഒരു പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് എന്നിട്ട് ബോർഡർ ആയിട്ട് വരുന്ന ആ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിന്റെ ബ്ലൗസ് പീസ്, ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം പാറ്റേണിൽ തന്നെ ഫുൾ പ്രിന്റഡ് ആണ് വരുന്നത്. എന്നിട്ട് സ്ലീവ്സിന്റെ പോർഷനിൽ ത്രെഡ് വർക്ക് സെൽഫായിട്ട് ഓറഞ്ച് ഷെയ്ഡിന്റെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ പ്രിന്റും ഈ ഒരു പോർഷനിൽ ത്രെഡ് വർക്കും. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിൽക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു കളർഫുൾ ആയിട്ടുള്ളൊരു സിൽക്കി കോട്ട സാരിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു രണ്ട് ഷെയ്ഡ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡ്സ് കൂടെ കാണിക്കാം. ഫസ്റ്റ് ഈ യെല്ലോ ബേൺഡ് ഓറഞ്ച്, അടുത്തതും നല്ല എടുപ്പുള്ളൊരു കോമ്പിനേഷനാണ്. അത് വരുമ്പോൾ മജന്ത ഗ്രീൻ, ലീഫ് ഗ്രീൻ ഷെയ്ഡ് സെയിം പാറ്റേണിൽ തന്നെ. ഈ ഒരു ലീഫ് ഗ്രീൻ്റെ ഷെയ്ഡ് വരുന്നിടത്തെല്ലാം സെൽഫായിട്ട് ത്രെഡ് വർക്കും ഉണ്ട്, പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ബോർഡറായിട്ട് പ്രിന്റ് ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ ഒരു ലുക്ക് ഹാഫ് ലുക്കിലാണ് ഇത് നിൽക്കുന്നത്. പല്ലു പോർഷനിൽ വരുമ്പോഴും ഹാഫ് ആണ്, പ്രിന്റ് ഫുള്ളുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ഗ്രീനിൽ ഫുൾ പ്രിന്റഡ് ആയിട്ട് നിൽക്കുന്ന ബ്ലൗസ് പീസും ത്രെഡ് വർക്ക് സ്ലീവ്സ് മാത്രമായിട്ടും. ഇതാണ് 1 മീറ്റർ വരുന്ന ബ്ലൗസ് പീസാണ്. സാരി വരുമ്പോഴത്തേക്കിന് 5.5 മീറ്ററും ബ്ലൗസ് പീസ് 1 മീറ്റർ. അപ്പോൾ സ്ലീവ്സിൽ സെയിം തന്നെ ത്രെഡ് വർക്കും പ്രിന്റും. ഈ ഒരു കോമ്പിനേഷൻ. അടുത്ത ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ട്. അത് വരുന്നതും ഒരു പിങ്ക് പീച്ച് കോമ്പിനേഷൻ. പ്രിന്റ് ഡിഫറെൻ്റ് ആണ്. ഇതിന് വരുമ്പോഴത്തേക്കിന് ഈ ഒരു പോർഷനിൽ ഒരു ലൈൻസ് പോലെ സെൽഫായിട്ട് ഒരു പ്രിന്റ് ഈ അപ്പർ പോർഷനിലും വരുന്നുണ്ട്. ബോർഡർ വരുമ്പോഴത്തേക്കിന് ഫുൾ ജാൽ ഡിസൈൻ പോലത്തെ ഒരു ഫ്ലവർ പ്രിന്റ് ആണ് ബോർഡറായിട്ട് നിൽക്കുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ത്രെഡ് വർക്കും. ത്രെഡ് വർക്ക് അത്ര അങ്ങോട്ട് എടുത്തറിയുന്നില്ല, പ്രിന്റ് ആണ് നമ്മൾക്ക് ഈ സാരിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസും എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും കൂടാണ്. അതാണ് ഈ ഒരു സാരിയുടെ എടുപ്പ്. ഫുള്ള് ഒരേപോലെ സാരിയുടെ തുടക്കം വരെ ഇപ്പം ഞാൻ ആദ്യമേ കാണിച്ച പോലെ തന്നെ ഫുൾ തുടക്കം വരെയും ഒരേപോലെ തന്നെ പോകുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴും ഫുൾ പ്രിന്റഡ് ആയിട്ട് പീച്ച് ഷെയ്ഡിൽ ഫുൾ ബ്ലാക്കും ഡാർക്ക് പീച്ചും കൂടെ ചേർന്ന് വരുന്ന പ്രിന്റും. എന്നിട്ട് സ്ലീവ്സ് ഫുള്ള് വർക്കും കൂടെ കിട്ടത്തക്ക വിധത്തിലാണ് ബ്ലൗസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നിൽക്കും ഈ ഒരു ഷെയ്ഡ്. ഈ ഒരു 3 ഷെയ്ഡ്സാണ് ഈ സാരിയുടെ ഇപ്പം നമുക്ക് വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്